കാലടി സർവകലാശാലയിലെ ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഭീഷണി. വ്യാകരണ വിഭാഗം മേധാവി ഡോക്ടർ R.D. സുനിൽകുമാറിന്റെ ഭീഷണി സന്ദേശം പുറത്ത്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് RAC ഓപ്പൺ ഡിഫൻസ് സെഷനുകളിൽ സഹായം നൽകില്ല എന്നും ശബ്ദ സന്ദേശത്തിൽ ഭീഷണിയുണ്ട്. ആദ്യ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. റിസർച്ചേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അടിയന്തര പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. ടൈപ്പ് ചെയ്യാൻ സമയമില്ല. അതായത് നമുക്ക് 20-നും 21-നും 2 പ്രോഗ്രാംസ് ഉണ്ട്. 20-ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രോഗ്രാമാണ്, 21-ന് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമാണ്. 2-നും നിങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഉണ്ടാകണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല സഹായങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളോട് സഹകരിക്കുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് തരുന്ന സഹായങ്ങൾ. അത് പ്രത്യേകം ഓർമ്മിച്ചോളണം. അപ്പോൾ അവർ മാത്രമേ നമ്മുടെ പരിപാടിക്ക് കൂടുകയുള്ളൂ. ഒരു 10-30 പേരെങ്കിലും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലേ 30-40 ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും പേരെങ്കിലും ഉണ്ടായാലേ ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക്. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു അത് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കും. വെറുതെ മനസ്സിൽ മാത്രമല്ല, എഴുതി വയ്ക്കും. ആരൊക്കെയാണ് ഇതിനോട് സഹകരിക്കാത്തത്, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള പല പല പരിപാടികളുണ്ടല്ലോ, അറിയാമല്ലോ. അവസാന RAC ഓപ്പൺ ഡിഫൻസ് വരെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടണമെങ്കിൽ, വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ആ രീതി പരിഗണിക്കൂ. ഞാൻ വളരെ കർശനമായി പറയണം. അർച്ചന വിവരങ്ങൾ വായിച്ചിരിക്കുകയാണ്. അർച്ചന, ഈ വ്യാകരണ വിഭാഗം മേധാവിയുടെ വാക്കുകൾ കേട്ടു. ഗവർണറുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ വിദ്യാർത്ഥികൾ എത്തിയില്ലെങ്കിൽ അവരുടെ ഭാവി വെച്ച് കളിക്കുമെന്നൊരു അധ്യാപകൻ ഭീഷണിപ്പെടുത്തുന്നു. ഇതാണ് അതിൻ്റെ സാരം. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്, SFIയുടെ അടക്കം. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, HODയുടെ ഈ അജിഷ്വാദ്, തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർവകലാശാലയിൽ ഉയരുകയാണ്. ഏറ്റവും പ്രധാനമായും HODയുടെ ഈ ഭീഷണി സന്ദേശം അത് വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമാവുകയും ഒപ്പം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ ക്യാമ്പസിനകത്ത്, കാലടി സർവകലാശാലയിലെ ക്യാമ്പസിനകത്താണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തിയാണ് അവർ പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഗവർണറുടെ ഈ വരുത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഇറക്കിയ സർക്കുലറാണ്. ആ സർക്കുലറിൽ കർശന നിർദ്ദേശങ്ങളാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോക്കോളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ രീതിയിലുള്ള കർശന നിയന്ത്രണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഈ വേദിയിൽ പ്രവേശിക്കുന്ന ആളുകൾ സംസാരിക്കാൻ പാടില്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ HODയുടെ ഒരു ഭീഷണി സന്ദേശമാണ് ഏറ്റവും പ്രധാനമായും വലിയ വിവാദമായിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഡോക്ടർ R.D. സുനിൽകുമാറാണ് ഇത്തരമൊരു ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീഷണി സ്വരം കൂടിയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. RAC ഓപ്പൺ ഡിഫൻസ് തുടങ്ങിയ സെഷനുകളിൽ സഹായം ലഭിക്കില്ല എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി തരും വിദ്യാർത്ഥികളോട്, അങ്ങനെയാണ് ഒരു അധ്യാപകൻ പറയുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആളെ കൂട്ടാൻ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ഈ സമീപനം, അതിനെതിരെയാണ് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ക്യാമ്പസിനകത്ത് ഉയരുന്നത്. SFI തന്നെ നേരിട്ടെത്തി ഇവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഗവർണറുടെ പരിപാടി ഈ ഹാളിൽ പങ്കെടുക്കാൻ ഇരിക്കുകയാണ്. അതിനിടെയാണ് ഇത്തരമൊരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഗവർണറുടെ ഈ പരിപാടി പ്രഖ്യാപിച്ചത് മുതൽ വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് ഇവിടെ ഈ കൊടുമ്പിരി കൊള്ളുന്നത്. ഗവർണർ രാജാവല്ല, സർവകലാശാല രാജകൊട്ടാരവുമല്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് SFI ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും HODക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്ത് നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കും? കാരണം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കുമെന്ന രീതിയിൽ ഒരു ഭീഷണി ഉയരുമ്പോൾ അതിനെന്ത് തരം നടപടിയാണ് ഈ സർവകലാശാല എടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനമായും കാണുന്നത്. അതൊരു HODയുടെ ഭാഗത്ത് നിന്ന്, ഒരു മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു സന്ദേശം ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതെന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യം തന്നെയാണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ബാനർ ഉയർത്തി സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർത്തുകയും ചെയ്യുന്നത്.